What is writing skill? Writing is one of the most important productive skills in language teaching and learning, as you know that, because it demands a lot of work. The successful production of language in terms of writing can only be considered with good command over the process and background work for a final piece of writing. മറ്റുള്ള സ്കിൽസ് പോലെയൊന്നും അല്ല റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഡിമാൻഡിങ്. ഡിമാൻഡിങ് മീൻസ് യു ഷുഡ് ഹാവ് എ കമാൻഡ് ഓവർ ദ പ്രോസസ് ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് വർക്ക്. ദറ്റ് ഈസ് ദ തിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഹയർ ലെവലായിട്ടുള്ളൊരു സ്കില്ലാണ് റൈറ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും ലോവർ ലെവലായിട്ടുള്ള സ്കിൽ എന്ന് പറയുന്നത് ലിസണിങ് ആണ്. ഓക്കെ, ലിസണിങ് ഈസ് എ റിസെപ്റ്റീവ് സ്കിൽ ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദ ബേസിക് സ്കിൽ. നമ്മൾ ഈ ഒരു സ്കിൽസിനെ നമ്മൾ ഓർഡർ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ലിസണിങ്ങും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് റൈറ്റിംഗ് ആണ് നമുക്ക് പറയാൻ പറ്റും. സ്പീക്കിങ്ങിനേക്കാൾ കൂടുതൽ ആക്ച്വലി ബുദ്ധിമുട്ട് റൈറ്റിങ്ങിന് തന്നെയാണ്. കാരണം അക്യുറസി ഈസ് അപ്രീഷിയേറ്റബിൾ. ദ തിങ് ഈസ് ദാറ്റ് നമ്മളിപ്പം ഓൾറെഡി ഫ്ലുവൻസി ആണല്ലോ സ്പീക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. പക്ഷേ റൈറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അക്യുറസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ എഴുതുന്നതിൽ ഗ്രാമർ മിസ്റ്റേക്സും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. പറയുന്നതിൽ നമുക്ക് ചിലപ്പോൾ ഗ്രാമർ മിസ്റ്റേക്സ് വന്നാലും വി ക്യാൻ ചേഞ്ച് ഇറ്റ്. മീൻസ് നമ്മളിപ്പം ഹീ ഡു നോട്ട് എന്ന് പറഞ്ഞ് പിന്നെ നമുക്ക് പെട്ടെന്ന് ഡു നോട്ട് അല്ല ഡസ് നോട്ട് ആണെന്ന് നമ്മൾ പറയുമ്പോൾ ദർ ഈസ് എ ചാൻസ് ടു റിവൈസ് ഇറ്റ്, ചേഞ്ച് ഇറ്റ്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ് സ്പീക്കിംഗ്. ബട്ട് റൈറ്റിംഗ് വൺസ് യു ആർ ഡൺ വിത്ത് റൈറ്റിംഗ് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വി കനോട്ട് ടേക്ക് ഇറ്റ് ബാക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറേ സ്കിൽസ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ദെൻ സ്റ്റേജസ് ഓഫ് റൈറ്റിംഗ്. ഏതൊക്കെയാണ് സ്റ്റേജസ് ഓഫ് റൈറ്റിംഗ്? ദർ ഇസ് എ പ്രീ റൈറ്റിംഗ് സ്റ്റേജ് വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് ഇറ്റ് ബിഗിൻസ് വിത്ത് പ്ലാനിങ്. അതിലെന്താണ്? ബാക്ക്ഗ്രൗണ്ട് നോളേജ് അബൌട്ട് ടോപ്പിക് ആൻഡ് ദെൻ പ്രോപ്പർ ഡിറക്ഷൻ ടുവേർഡ്സ് എക്സിക്യൂഷൻ ഓഫ് റൈറ്റിംഗ് പ്ലാൻസ്. നമുക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇതാണ് ഒരു പ്രശ്നം. കാരണം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നന്നായി അറിയും വേണം, അത് നന്നായിട്ട് ഡെലിവർ ചെയ്യാനുള്ള ഒരു കഴിവും വേണം. ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ ഉള്ളൂ നമുക്ക് എങ്ങനെയാണ് ഒരു നല്ലൊരു റൈറ്റിംഗ് സ്കിൽ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നൗ റൈറ്റിംഗ് ദർ ഈസ് എ സെക്കൻഡ് പാർട്ട്. ദാറ്റ് ഈസ് ദിസ് ഈസ് ആക്ച്വൽ സ്റ്റേജ് ഓഫ് പുട്ടിംഗ് ദ ഐഡിയാസ് ഇൻ ടു ദ പേപ്പർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടോപ്പിക് പ്ലാനിങ് യൂസിങ് ആഡ്വക്കേറ്റ് വൊക്കാബുലറീസ് ആൻഡ് ഗ്രാമാറ്റിക്കൽ അറേഞ്ച്മെൻറ്റ്സ്. മീൻസ് എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം അത് എഴുതി ഉണ്ടാക്കുക. നമ്മൾ ഈ പ്രീ പ്ലാനിങ് ഒക്കെ നടത്തിയതിന് ശേഷം നമ്മൾ എഴുതുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് റൈറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, അതിൽ നമുക്ക് എങ്ങനെ ഇൻട്രൊഡക്ഷൻ, സെൻട്രൽ തീം, കൺക്ലൂഷൻ, ദീസ് കൈൻഡ് ഓഫ് തിങ്സ് വിൽ ബി ദ ലൈക്ക് വി ഡിവൈഡ് അവർ മെറ്റീരിയൽ റൈറ്റിംഗ് ഇൻ ടു ദീസ് സെക്ഷൻസ് ലൈക്ക് ഇൻട്രൊഡക്ഷൻ, സെൻട്രൽ തീം ആൻഡ് കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ so that the last stage of writing consists of editing and proofreading before coming to the final draft of the writing. Means final draftലേക്ക് വരുന്നതിന് മുന്നേ തന്നെ വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്യും, പ്രൂഫ് റീഡിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ വീണ്ടും അടുത്ത് പറയുന്നത്. എങ്ങനെയാണ്? ദാറ്റ് ഈസ് എഡിറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്. മീൻസ് എഡിറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. പബ്ലിഷിംഗ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് റൈറ്റിംഗ് വിച്ച് ഈസ് ഡൺ ആഫ്റ്റർ ആൻ എഡിറ്റഡ് വേർഷൻ ഓഫ് റിട്ടേൺ ടെക്സ്റ്റ്. എഡിറ്റ് ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു റിട്ടേൺ ടെക്സ്റ്റിനെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് റിക്വയർസ് കൺസൾട്ടേഷൻ വിത്ത് ദ പബ്ലിഷിംഗ് ഹൗസ് ഓർ ഏജൻസി ആൻഡ് ബ്രിങ്ങിങ് ഔട്ട് വിത്ത് ദ പ്രിൻറ്റഡ് വേർഷൻ ഓഫ് റിട്ടേൺ ടെക്സ്റ്റ് ഫോർ പബ്ലിക് യൂസ്. അപ്പോൾ ഇതാണ് റൈറ്റിംഗ് സ്കില്ലിലെ സ്റ്റേജസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്, എഡിറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്. ഓക്കെ, സോ ദീസ് ആർ ദ 3 സ്റ്റേജസ് ഓഫ് റൈറ്റിംഗ്. നൗ വി ഹാവ് റൈറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് കണ്ടിട്ടുണ്ട്. റൈറ്റിംഗ് പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സ് നമ്മൾ റൈറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. റൈറ്റിംഗ് ഈസ് കൺസിഡേർഡ് ആസ് എ പ്രോസസ് ആസ് വെൽ ആസ് പ്രൊഡക്റ്റ് ഇൻ ദ എക്സ്പ്രഷൻ ഓഫ് ലാംഗ്വേജ്. നമ്മളെ ഒരു പ്രോസസ്സുമാണ്, ഒരു പ്രൊഡക്റ്റുമാണ് റൈറ്റിംഗ്. ഓക്കെ, നൗ ദർ ആർ ഡിഫറെൻറ്റ് തിങ്സ്, ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ എ പ്രോസസ്, റൈറ്റിംഗ് പ്രോസസ്. That is first the conceiving the idea. Okay, conceive the idea. എന്താണ് നമ്മൾ എഴുതേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ദാറ്റ് ഈസ് കൺസീവിങ് ദ ഐഡിയ. ദെൻ പ്ലാനിങ് ടു എക്സിക്യൂട്ട് റൈറ്റിംഗ്. നമ്മൾ അത് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക. മീൻസ് എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്, ഏത് രീതിയിലാണ് ഇതിൽ വരേണ്ടത്, ടോപ്പിക് എന്താ വേണ്ടത്, കൺക്ലൂഷൻ എന്താ വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പാരഗ്രാഫ് സ്റ്റെപ്പ് വൈസ് ഒക്കെ ആയിട്ടാണോ
എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു പ്ലാൻ ചെയ്യുന്നത്. ദെൻ ആക്ച്വൽ റൈറ്റിംഗ്, നമ്മൾ ആ ഒരു എന്താണ് നമ്മൾ ആ ഒരു ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എഴുതുന്നത്. ദെൻ റിവ്യൂ ആൻഡ് എഡിറ്റിംഗ്, ദെൻ ഫൈനൽ ഡ്രാഫ്റ്റ്. നമ്മൾ പറഞ്ഞ അതേ സ്റ്റേജസിനെ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റൈറ്റിംഗ് പ്രോസസ്സായിരിക്കും. ഓക്കെ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല, എന്നാലും അത് പറഞ്ഞു എന്ന് മാത്രം. റൈറ്റിംഗ് സ്റ്റേജസ് ഇൻ റൈറ്റിംഗ് എന്ന് ചോദിച്ചാലും അതുപോലെ ഡിഫൈൻ റൈറ്റിംഗ് പ്രോസസ്സ് എന്ന് ചോദിച്ചാലും അത് തമ്മിൽ അറിയാതിരിക്കേണ്ടതെന്ന് എഴുതിയിട്ട് ഉൾപ്പെടുത്തിയാണിത്. ഓക്കെ, ഫൈൻ. നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്, ദറ്റ് ഈസ് ദ സബ് സ്കിൽസ്. ഡിഫറെൻറ്റ് സബ് സ്കിൽസ് ആയിട്ട് വരുന്നത് നോട്ട് ടേക്കിങ്ങും നോട്ട് മേക്കിങ്ങും. നോട്ട് ടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ് സ്റ്റേജസ്. ഓക്കെ, ദറ്റ് ഈസ് ഇറ്റ് ഈസ് ബ്രീഫ് ആൻഡ് പോയിൻറ്റഡ് ഇൻ നേച്ചർ which helps the writer to point down important items for future use. അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്നതിൽ നമ്മൾ നോട്ട് ടേക്കില്ല, പോയിന്റ് വൈസ് ആയിട്ട് എടുക്കുന്നത് തന്നെ നോട്ട് ടേക്കിംഗ്. നോട്ട് മേക്കിംഗ് മീൻസ് ദാറ്റ് വി മേക്ക് ദിസ് പെർട്ടിക്കുലർ collected points into a particular resource. Okay, into particular written piece. അതിനാണ് നോട്ട് മേക്കിംഗ്. നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. That is, it requires a writer to revise the points taken during note taking with the help of the other related resources. Also be considered as a revised activity of important points made while reading or listening. ആദ്യം നമ്മൾ ഇരിക്കുമ്പം നമ്മൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് കുറേ പോയിന്റ്സ് ഉണ്ടാക്കും. പിന്നീട് നമ്മൾ അതിനെ എല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് ഒരു സംഭവമാക്കുന്നതാണ് നോട്ട് മേക്കിംഗ്. അപ്പോൾ നോട്ട് ടേക്കിംഗ് ഉണ്ട്, നോട്ട് മേക്കിംഗ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നോട്ട് ടേക്കിംഗ് മീൻസ് ഇറ്റ് ഈസ് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ലിസ്ണിംഗ് ആൻഡ് റീഡിങ്. ഓക്കെ, അതിൻ്റെ ഇടയിലാണ് നമ്മൾ നോട്ട് ടേക്ക് ചെയ്യുന്നത്. അങ്ങനെ അത് കളക്ട് ചെയ്തതിനെ പിന്നീട് നമ്മൾ ഒരു റിട്ടൺ ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ ആസ് എ ഹോൾ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നോട്ട് മേക്കിംഗ് ആവും. അപ്പോൾ നോട്ട് ടേക്കിംഗ് കൊണ്ട് നോട്ട് മേക്കിംഗ് കൊണ്ട് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, നൗ വി ഹാവ് സ്കിൽസ് ഇൻ റൈറ്റിംഗ്. എന്തൊക്കെയാണ് സ്കിൽസ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് development of ability and skills in the mechanical aspect of writing, such as in form, appearance, hand writing, spelling and punctuation. The mechanics of writing എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ പങ്ക്ച്വേഷൻ, ക്യാപിറ്റലൈസേഷൻ, ടൈറ്റിൽസ്, അബ്രീവിയേഷൻസ്, നമ്പേഴ്സ്, ഇതൊക്കെയാണ് മെക്കാനിക്സ് ഓഫ് റൈറ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, മീൻസ് നമ്മളൊരു റിട്ടേൺ മെറ്റീരിയൽ തയ്യാറാക്കുന്ന സമയത്ത് ജസ്റ്റ് അതിൽ വേർഡ്സും ലെറ്റേഴ്സും മാത്രം ഒന്നും അല്ലല്ലോ ഉള്ളത്. അതിൽ പങ്ക്ച്വേഷൻ ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ ഉണ്ട്, ടൈറ്റിൽസ് ഉണ്ട്, അബ്രീവിയേഷൻസ് ഉണ്ട്, നമ്പേഴ്സ് കൊടുക്കേണ്ടി വരും. ഇതിനൊക്കെയാണ് നമ്മൾ മെക്കാനിക്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുക, അല്ലെങ്കിൽ മെക്കാനിക്കൽ എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെക്കാനിക്കൽ എലമെൻറ്റ്സിനെ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാവുക എന്നുള്ളത് റൈറ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ്. To make, then only this work will be perfect. നമ്മൾ കുറേ അങ്ങ് എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. കൃത്യസമയത്ത് മീൻസ് കൃത്യസമയത്ത് നമ്മൾ എവിടെയാണോ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത് അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടണം, എവിടെ കോമ ഇടണം അവിടെ കോമ ഇടണം, എവിടെ സ്പെല്ലിങ് നമ്മൾ അപ്പോൾ നമ്മൾ ശരിക്കുള്ള റൈറ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് നമ്മൾ യൂസ് ചെയ്യണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിപ്പം ഹാൻഡ് റൈറ്റിംഗ് നല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ നമ്മുടെ റിട്ടേൺ മെറ്റീരിയലിനെ ബാധിക്കും, അതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. So these are some of the important skills, that is development of ability and skill in the mechanical aspect of writing. Okay, now these mechanical aspects പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ടീസ് ചെയ്യുക, കൃത്യമായി നോട്ട് ചെയ്തിട്ട് അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. മെക്കാനിക്സ് ഓഫ് റൈറ്റിംഗ് എന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സ്കിൽസ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ റൈറ്റിംഗ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് സിറ്റുവേഷൻ ഇൻ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ലാംഗ്വേജ് ആൻഡ് ഇൻ ആൻ എക്സ്പ്ലിസിറ്റ് കോഹറൻറ്റ് ആൻഡ് ലോജിക്കൽ മാനർ. നമുക്ക് രണ്ട് രീതിയിലുള്ള സ്കിൽസാണ് ആവശ്യമുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെക്കാനിക്കൽ ആസ്പെക്ട്സ് ഓഫ് റൈറ്റിംഗ് ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുക, യൂസ് ചെയ്യാൻ അറിയുക. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ കറക്റ്റ് ഗ്രാമാറ്റിക്കൽ ലാംഗ്വേജ്, ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ടുള്ള എക്സ്പ്ലിസിറ്റ് കൊഹറൻറ്റ് ആൻഡ് ലോജിക്കൽ മാനറിൽ ഈ ഒരു കാര്യത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് സ്കില്ലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ട് കൃത്യമായ ലോജിക്കൽ മാനറിൽ നമുക്കതിനെ നമ്മുടെ ഐഡിയ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അതിനെ ഡെവലപ്പ് ചെയ്യുക, അതൊരു സ്കില്ലാണ്.
കുറേയധികം കോഴ്സസുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ക്രിയേറ്റീവ് റൈറ്റിംഗ് അതുപോലെ റൈറ്റിംഗ് എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ആണ് റൈറ്റിങ്ങിലെ സ്കിൽസ് ആയിട്ട് വരുന്നത്. നൗ വി ഹാവ് ഓൾറെഡി മെൻഷൻ മെക്കാനിക്കൽ എലമെൻറ്റ്സ് ഓർ മെക്കാനിക്സ് ഓഫ് റൈറ്റിംഗ്, ദറ്റ് ഈസ് പങ്ക്ച്വേഷൻസ്, capitalizations or titles, abbreviations and numbers കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയുന്നതാണ് മെക്കാനിക്സ് ഓഫ് റൈറ്റിംഗ്. ഓക്കെ, നൗ we have some other higher this is kind of sub skills of writing. Now we have ഇത് നോർമൽ കേസിൽ നമുക്ക് റൈറ്റിങ്ങിന് വേണ്ട സബ് സ്കിൽസ് ആണ്. ഇനി നമുക്ക് കുറച്ച് ഹയർ ആയിട്ടുള്ള സ്കിൽസ് ഉണ്ട്. മീൻസ് നോർമൽ കേസിലല്ലാതെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഹയർ ലെവലിൽ ഡിമാൻഡ് ചെയ്യുന്ന ചലഞ്ച് ചെയ്യുന്ന കുറച്ച് സ്കിൽസാണ് ക്രിയേറ്റീവ് തിങ്കിങ് റൈറ്റിംഗ്. ഓക്കെ, സോ എന്താണ് നമ്മൾ നോർമൽ സ്കില്ലല്ല, അത് നോർമൽ റൈറ്റിംഗ് സ്കില്ലല്ല. ഇപ്പോൾ റൈറ്റേഴ്സിനൊക്കെ ഉണ്ടാവുന്ന ഹൈ ഇമാജിനേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഫാൻറ്റസി അതുപോലെ ക്രിയേറ്റിവിറ്റി ഒക്കെയുള്ള ഹൈ ലെവൽ ആയിട്ടുള്ള രീതിയിലുള്ളൊരു സ്കില്ലാണ് ക്രിയേറ്റീവ് തിങ്കിങ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രിയേറ്റീവ് തിങ്കിങ്. ക്വസ്റ്റ്യനിങ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് high order skill because it engages the individual or group to think over, understand, comprehend and then make some query in terms of oral or written form. അപ്പോൾ ക്വസ്റ്റ്യനിങ്ങും ഹൈ ലെവൽ സ്കില്ലാണ്. ദെൻ ക്രിട്ടിക്കൽ റൈറ്റിംഗ്. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ റൈറ്റിംഗ് മീൻസ് ആസ് യു ഹാവ് സീൻ ക്രിട്ടിക്കൽ ആയിട്ടൊരു കാര്യത്തെ മനസ്സിലാക്കിയെടുക്കാനും ബയസ് ഫ്രീ ആയി നെഗറ്റീവ് പോസിറ്റീവായി ഒക്കെ രീതിയിൽ ന്യൂട്രൽ ഐഡിയാസൊക്കെ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാം. നമ്മൾ ആസ് വി ഹാവ് ഓൾറെഡി സീൻ ഹൗ ടു ക്രിട്ടിക്കലി അനലൈസ് ഡിഫറെൻറ്റ് വർക്ക്സ്. നമുക്കറിയാലോ, കുറേ പോംസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ബയസ് ഫ്രീ ആയി ഒരു കാര്യത്തെ വളരെ നെഗറ്റീവ് പോസിറ്റീവ് ന്യൂട്രൽ ആയിട്ടുള്ള ഐഡിയാസൊക്കെ നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ക്രിട്ടിക്കൽ റൈറ്റിംഗ്. നമ്മളോട് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് ഇറ്റ് ഡിമാൻഡ്സ് എ ഹയർ ലെവൽ ഓഫ് സ്കിൽ. അതുകൊണ്ടാണ് സാധാരണ നമ്മളിപ്പോൾ എസ് എഴുതാൻ പറഞ്ഞാൽ നമുക്കത്ര പ്രയാസമുണ്ടാകും. ക്രിട്ടിക്കലി എക്സാമിൻ അല്ലെങ്കിൽ ക്രിട്ടിക്കലി അനലൈസ് എന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വി ആർ കംപ്ലീറ്റ്ലി സ്റ്റക്ക്. കാരണം എന്താണ്? ഇതാണ് കാരണം ഈ ഒരു it demands a higher level of skills in writing. Okay, so these are some of the other aspects. Then we have different types of writing, that is formal writing. Formal writing means that you are writing something for some kind of official purpose. ഒഫീഷ്യൽ ആയിട്ടുള്ള പേർപ്പസിന് വേണ്ടി നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നതാണ്. ഇപ്പോൾ ലെറ്റർ റൈറ്റിംഗ് പ്രിൻസിപ്പൾക്കൊക്കെ നമ്മൾ ലെറ്റർ എഴുതുന്നതൊക്കെ നമ്മളിപ്പോൾ ഹൈ ഡിയർ എന്നൊന്നും പറഞ്ഞിട്ടല്ലല്ലോ എഴുതുക. വളരെ എന്താ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് നമ്മൾ എഴുതാറുള്ളത്, വളരെ ഒഫീഷ്യലായിട്ടാണ്. അപ്പോൾ ഫോർമൽ റൈറ്റിംഗ്. ഇൻഫോർമൽ മീൻസ് when we write a letter to our family, friends എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. As teachers you all must be familiar with all these type of writing, formal writing and informal writing. പിന്നെ അതർ ടൈപ്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് പോയട്രി, ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ്, ഡയറി റൈറ്റിംഗ്, നോട്ടീസസ്, ആർട്ടിക്കിൾസ്, റിപ്പോർട്ട്, ഡയലോഗ്, സ്പീച്ച്, അഡ്വർടൈസ്മെൻറ്റ്സ്, ഇതൊക്കെ എന്താണ്? ദീസ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റിങ്സ്. അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ സിലബസിൽ കുട്ടികളെ എക്സാമിന് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഇൻ ഓർഡർ ടു ടെസ്റ്റ് ദെയർ റൈറ്റിംഗ് സ്കിൽസ്. നൗ ഇതിലൊന്നും പെടാതെ മീൻസ് ഏറ്റവും ഹയർ ആയിട്ടുള്ള ലാംഗ്വേജ് സ്കിൽസ്, ജനറൽ ആയിട്ടുള്ള സ്കിൽസ് ആയിട്ടാണ് ഇത് പറയുന്നത്. ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഗുഡ് വൊക്കാബുലറി, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേർഡ് റിലേഷൻഷിപ്സ് സച്ച് ആസ് ഹോമോഫോൺസ് ആൻഡ് ഹോമോഗ്രാഫ്സ്. ദെൻ യൂസ് ഓഫ് ഹോമോഫോൺസ്, ഹോമോഗ്രാഫ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, ഒരേ പോലെ പ്രൊനൗൺസ് ചെയ്യുന്ന എന്നാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഹോമോഫോൺസ് എന്ന് പറയുന്നത് നമുക്ക് സ്പെഷ്യലായിട്ട് ഇനി കാണാനുണ്ട് വൊക്കാബുലറി ഒക്കെ പഠിക്കുന്ന സമയത്ത്. അതുപോലെ ഹോമോഗ്രാഫ്സ് റിട്ടൺ രീതിയിൽ ഇപ്പോൾ റീഡിൻ്റെ പ്രസൻറ്റും പാസ്റ്റ് ടെൻസും രണ്ടും ഒരേപോലെയാണ് നമ്മൾ റിട്ടൺ ആയിട്ടുണ്ടാവുക. ബട്ട് വെൻ അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ് വി നോ ദാറ്റ് ഈസ് ഇറ്റ് ഇൻ പ്രസൻറ്റ് ഓർ ഇസ് ഇറ്റ് ഇൻ പാസ്റ്റ്. റെഡ് എന്ന് രണ്ടും ഒരേപോലെ തന്നെ എഴുതുക. അപ്പോൾ അത് ഹോമോഗ്രാഫാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്നുകൂടി നോക്കാനുണ്ട്. മീൻസ് വൊക്കാബുലറി പഠിക്കുന്ന സമയത്ത് വി ഹാവ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ദെൻ use of figurative expressions, then organization of sound sentences, then ability to draw conclusion and inferences. Okay, understanding the nature of mature grammar, ability to paraphrase and rephrase. Means paraphrase means നമുക്കൊരു പോയട്രിയിൽ
അല്ലെങ്കിൽ ഒരു നോവൽ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ വിശദമാക്കി എടുക്കുന്നത് പാരഫ്രൈസിങ് മീൻസ് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് പാരഫ്രൈസിങ്. റിഫ്രൈസിങ് മീൻസ് വേറൊരു സെൻറ്റൻസ് രൂപത്തിലേക്കാക്കി നമുക്ക് അത് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ദീസ് ആർ സം ഹൈ ലെവൽ ലാംഗ്വേജ് സ്കിൽസ്. ഓക്കെ, so this is all about writing skills. Now I think we can go to questions.